അപ്പൊ നമുക്ക് ഷെയ്ഖ് കള്ളത്തരീക്കത്താരനാണോ തെളിവാണോ എന്ന് നോക്കേണ്ടത് എങ്ങനെ? പരിശുദ്ധമായ ലാഹിറായ ശരീഅത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം നീങ്ങുന്നുണ്ടോ? ഇപ്പൊ നിസ്കാരം ഖളാ ആവാം, സ്വാഭാവികമായി സംഭവിച്ചേക്കാം. അതിന്റെ മസലകളുണ്ടല്ലോ. ഖളാ ആവാൻ പറ്റില്ലെങ്കിൽ മസല ഉണ്ടാക്കൂല, ആ പാടില്ല എന്നാ പറയാ. നിസ്കാരം ഖളാ ആയി എന്ന് കരുതിയിട്ട് എന്താ പറ്റൂല? കള്ളത്തരീക്കത്ത് എന്ന് പറയാൻ പറ്റൂല. താടി വടിച്ച് എന്ന് കരുതി കള്ളത്തരീക്കത്ത് പറയാൻ പറ്റൂല. അതെന്തേ പ്രശ്നങ്ങളൊക്കെ ഒന്ന് താടി വടിക്കേണ്ടി വന്നാൽ അതിനൊന്നും വലിയ കായമ്പൊന്നുമില്ല എന്നും പറഞ്ഞ് അതിനെ നിരാകരിക്കുന്നുണ്ടെങ്കിൽ, ഒരു സുന്നത്തിനെ പരസ്യമായി ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അത് വിമർശിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതേ കള്ളത്തരീക്കത്താരനാണ്. ഇപ്പൊ നിസ്കാരം ആള് ഉറക്കത്ത് നിസ്കാരം കളായി, അതല്ല നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. എങ്ങനെ? ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കണ്ടേ, ഞാൻ അള്ളാന്റെ മക്കാമിനാണ്. അച്ഛനാണോ പറയാ, എല്ലാം വലുത് വലം യൂലത്, അള്ളാഹ് പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കപ്പെടില്ല. പിന്നെ എന്റെ ഉമ്മ പെറ്റതല്ലേ ശേഖന്, പിന്നെ എങ്ങനെയാണ് അള്ളാഹ് അപ്പന ആയത്തോതണ്ടേ? മാത്രല്ല ശരിയപ്പ നേരത്തെ നിസ്കാരം പറഞ്ഞതുപോലെ കള്ളു കുടിക്കുക. അപ്പൊ എന്താണ്, ഞാൻ കള്ളു കുടിക്കുമ്പോ സുർക്കാവാണ്, ഞാൻ സുർക്ക കുടിച്ചാ പോലെ. ഒരു കുപ്പി സുർക്കാനെ കുടിച്ചാൽ മതി ഒരാൾക്ക്, കള്ളു കുടിച്ചാൽ മാതിരി വെറുതെ പറയില്ലേ. ഇനി തേനാണെന്ന് വിട്ട, അങ്ങനെ കള്ള് തേനാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ തേൻ ഇഷ്ടം പോലെ കിട്ടാണ്ട് എടങ്ങേറായി കറാമത്ത് കാട്ടുന്ന എന്തിനാണ്? ഇവിടെ ദീൻ വളർത്താനും ദീന വ്യാപിപ്പിക്കാനും. അതിന് കള്ളു കുടിച്ചിട്ട് തേനാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന അതൊന്നല്ല ദീന്. അവ നിസ്കരിക്കാതിരിക്കുക, നിസ്കരിക്കണ്ട എന്ന് പറയാ, പെണ്ണുങ്ങളെ കൈ പിടിച്ച് മുത്തുക, പെണ്ണുങ്ങളുമായി സ്പർശിക്കുക. അങ്ങനെ ദീനിന് വിരുദ്ധമായി നീങ്ങുന്ന ശേഖന്മാരൊക്കെയും കള്ളത്വരീക്കത്താരാണ്. ശ്രദ്ധിക്കുക. അപ്പൊ കള്ളത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ കാണുന്ന ശേഖന്മാരും ത്വരീക്കത്താരും മൊത്തം കള്ളത്വരീക്കത്താരാക്കണ്ട. നിങ്ങൾ പോലെ നോക്കുക. നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിവില്ലേ? ഹറാം നിങ്ങൾക്ക് അറിയില്ലേ? ഹറാം പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹറാം നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കുഴപ്പമില്ല. അത് എന്റെ റബ്ബ് എനിക്ക് നോട്ടം, കൽബിലേക്ക് അള്ളാന്റെ നോട്ടം എന്നും പറഞ്ഞ് അല്ല ഹറാമിനെ ന്യായീകരിക്കുകയാണെങ്കിൽ അയാള് പെരുങ്കള്ളനാണ്. അതിന് ഒരു സംശയം ആർക്കും വേണ്ട. നമ്മളെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല.